ആത്യന്തികമായ ചില സത്യങ്ങൾ. അതാണ് ഇന്ന് രാത്രി എനിക്ക് പറയാൻ നിയോഗമുള്ളത്. ഒരു വചനം വായിച്ചുകൊണ്ട് ആ സന്ദേശത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 10 വാക്യം അടിസ്ഥാനമാക്കിയാണ് ഇന്ന് രാത്രി വചനം പറയാൻ എനിക്ക് പ്രേരണയുള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 10 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ലോകത്തിന് അത്യാവശ്യമായിട്ട് ഉത്തരം കിട്ടണ്ട, ലോകത്തിലെ മനുഷ്യരെല്ലാവരും വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത്. അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ. എല്ലാ മതങ്ങളുടെയും പഠിപ്പില് ഉദ്ദേശം മനുഷ്യൻ്റെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ ഭദ്രമായ സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടുക എന്നുള്ളതാണ്. അതാണ് മതത്തിൻ്റെ പഠിപ്പിൽ. അതിനെങ്ങനെ പറ്റും? അപ്പം ഈ കാര്യമാണ് ഒന്നുകൂടെ പറയുന്നത്, മതങ്ങളെല്ലാം പറയുന്നത്, പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ച് മനുഷ്യൻ ധാരാളം സങ്കല്പങ്ങളുണ്ട്, ഓരോരോ ഉപദേശങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. പക്ഷേ മരിച്ചിട്ട് ആരാണ് തിരിച്ചു വന്നത്? മരണത്തിനപ്പുറത്ത് എന്താന്ന് പറയാൻ? മനുഷ്യർ മരിക്കുന്നു, മരിച്ചവർ പോയി, അവരാരും തിരിച്ചു വന്നിട്ടില്ല. അപ്പം അതിനപ്പുറത്ത് എന്താണെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. അപ്പം ഈ കാര്യം കൃത്യമായി അറിയാൻ മനുഷ്യർക്ക് വഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത് പറയാൻ പറ്റിയ ഒരാളുണ്ട്. ആ ഒരാൾ എല്ലാത്തെയും സൃഷ്ടിച്ച ആൾ, സ്വർഗം സൃഷ്ടിച്ചവൻ, പാതാളം സൃഷ്ടിച്ചവൻ, ഭൂമിയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവൻ, സകല മനുഷ്യരെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, എല്ലാത്തെയും സൃഷ്ടിച്ച ഉടമസ്ഥനായ വലിയ ജ്ഞാനിയുമാണല്ലോ അവിടുന്ന്. അങ്ങനെ എന്തുകൊണ്ടല്ലേ ഇത്രയും വലുതായിട്ടെല്ലാം സൃഷ്ടിക്കാൻ പറ്റിയത്? അപ്പം ആ ആൾ അവിടത്തേക്ക് അറിയാം. യേശു ദൈവമാണ്, ദൈവമായിരുന്നു, ദൈവമാണ്, എല്ലാ കാലത്തും ദൈവമാണ്, നിത്യദൈവമാണ്. അവിടുത്തെ സകലത്തെയും ഉണ്ടാക്കിയവനാണ്. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ മുഖാന്തരം സകല ഉളവായതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ആളിനെ അറിയാം. എന്ന് മാത്രമല്ല, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് വന്നതാണ്. അവിടുത്തെ ആസ്ഥാനം സ്വർഗമാണ്. നിത്യമായി സ്വർഗത്തിൽ വസിക്കുന്ന ആളാണ്. അപ്പം ആ ലോകം എന്താണ്, സ്വർഗം എന്ന ആ സ്ഥലം എന്താണ്, അതിൻ്റെ സംവിധാനങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പറയാൻ അവിടത്തേക്കറിയാം. സകല വിശദീകരണവും പറയാൻ അവിടത്തേക്കറിയാം. അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു. ഭൂമി അവിടുന്ന് ഉണ്ടാക്കിയതാണ്. എന്നാലും ഭൂമിയിൽ നമ്മളെപ്പോലൊരു മനുഷ്യനായിട്ട് ഇവിടെ വന്ന് ജീവിച്ചപ്പോൾ മനുഷ്യ ജീവിതം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞു. ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും വലിയ വലിയ ആളായിട്ടല്ല അവിടുന്ന് ജീവിച്ചത്, ഒരു സാധാരണക്കാരൻ. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വിശപ്പ്, ദാഹം, കഷ്ടത എല്ലാം നേരിട്ട് അനുഭവിച്ചത്. വേദന അനുഭവിച്ചറിഞ്ഞു, മരണം അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഭൂമി എന്താണെന്നും ഇതിലെ സകല സ്ഥിതികളും എന്താണെന്നും അവിടത്തേക്കറിയാം. മാത്രമല്ല അവിടുന്ന് മരിച്ചു.
അപ്പം അങ്ങനെ വരുമ്പോൾ മരണം എന്താണെന്നും അവിടുന്ന് അനുഭവിച്ചറിഞ്ഞു. മരിച്ചിട്ടടക്കപ്പെട്ടു. അങ്ങനെ കല്ലറയിൽ 3 ദിവസം ഇരുന്നു. കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. അപ്പം കല്ലറ എന്താണെന്നും മരിച്ചാൽ എങ്ങോട്ട് പോകുമെന്നും നേരിട്ട് അനുഭവിച്ച ആൾ അവിടുന്ന് പോയി. അവിടുന്നാണ് എഴുന്നേറ്റ് വീണ്ടും തിരിച്ച് സ്വർഗത്തിലേക്ക് പോയത്. അപ്പൊ ഈ മുഴു കാര്യങ്ങളും പ്രക്രിയയും പറയാനറിയാവുന്ന ഒരേ ഒരാൾ കർത്താവായ യേശുവാണ്. വേറെ ആരുമില്ല. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ പറ്റുന്നത് യേശുവിനാണ്, അവിടുത്തെ പരിശുദ്ധ വചനത്തിലാണ്. ഞാൻ പറഞ്ഞില്ല, മതത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത മരണത്തിനപ്പുറത്തുള്ള ജീവിതം മനുഷ്യൻ അങ്ങനെ ഭദ്രമാക്കി കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി മതം പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി മതം ഉപദേശിക്കുന്നു. പക്ഷേ മതത്തിലെല്ലാം ഒരു ധാരണയുണ്ട്. ആ ധാരണ എന്താന്ന് വെച്ചാൽ മതം അനുസരിച്ച് ജീവിച്ചാൽ മതി, എന്നുവെച്ചാൽ അതിൻ്റെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതി, ഭദ്രമായിക്കോളും. അങ്ങനെ വരുമ്പോൾ ഭദ്രം അല്ലാത്ത ആരുമില്ല. വേറെ മനുഷ്യരെല്ലാം മതം അനുസരിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സ്വസ്ഥമായിട്ടങ്ങ് ജീവിച്ചുകൊണ്ടുവച്ചാൽ മതി. എന്ത് കാണിച്ചാലും മതം നോക്കിക്കോളും. അല്ല, ഇച്ചിരൂടെ തെളിച്ച് പറയാം. മരിച്ചു കഴിയുമ്പോൾ മതത്തിൻ്റെ കുറെ കർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ആ മതകർമ്മം, മതാചാരം അവരുടെ ആത്മാവിന് സ്വസ്ഥത നൽകും എന്ന് വിശ്വസിക്കുന്നതാണ് മതങ്ങളെല്ലാം. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് കുറേ ദിവസത്തെ, കുറേ നാളത്തെ ആചാരങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: മരണത്തിനപ്പുറം ജീവിതം ഭദ്രമാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാ മതവിശ്വാസികളുടെയും ചിന്ത എന്താണ്? ഞാൻ മരിച്ചു കഴിയുമ്പോൾ മതത്തിൻ്റെ ആളുകൾ കാര്യമൊക്കെ നോക്കി ശരിയാക്കിക്കോളും, എനിക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല, അപ്പം ആർക്കും പേടിക്കാനൊന്നുമില്ല. ക്രിസ്തീയ മതം അങ്ങനെയൊക്കെ തന്നെ. മറ്റ് മതങ്ങൾ മാത്രമല്ല, ക്രിസ്തീയ മതത്തിലും ഇത് തന്നെയാണ് ധാരണ. എന്ന് ഞാൻ പറഞ്ഞാൽ, ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ അവരെല്ലാം വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ, എല്ലാവരും അല്ല എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് സഭയുടെ കുറേ ആചാരങ്ങളുണ്ട്, കർമാനുഷ്ഠാനങ്ങളുണ്ട്, മരണാനന്തര ക്രിയകളുണ്ട്. അപ്പൊ ആ ക്രിയകളിലൂടെ അവരെ രക്ഷിച്ച് കുഴപ്പമുള്ള സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തി അവരെ സ്വസ്ഥതയിലാക്കിക്കോളും. ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, അവിടെ വെച്ചൊക്കെ ശുദ്ധീകരിച്ച് റെഡിയാക്കി അങ്ങ് വിട്ടോളും. അപ്പൊ ഭൂമിയിലെ ജീവിതം എങ്ങനായിരിക്കണം എന്ന് മനുഷ്യൻ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം സഭ ഏറ്റു, മതം ഏറ്റു. മതം ഏറ്റെങ്കിൽ പിന്നെ ഭൂമിയിൽ ഇത്ര ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്? ഇതാണ് മതം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മതങ്ങളും ഇത് തന്നെ. എന്നാൽ ഈ വേദപുസ്തകം പറയുന്ന ഒരു മതമല്ല. ഈ വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ ആത്യന്തിക സത്യമാണ്. ആ സത്യം ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയും. അതിനെക്കുറിച്ചുള്ള ചോദ്യവും അതിൻ്റെ വചനത്തിലുള്ള പെട്ടെന്നുള്ള ചില ഉത്തരങ്ങൾ, ഒത്തിരി വിശദമല്ല, കാരണം സ്വല്പ സമയമാണല്ലോ ഞാൻ ഇത് പറയുന്നു. വിശദമായി വേദപുസ്തകം പറയുന്നുണ്ട് എങ്കിൽ അത്യാവശ്യമായി നമ്മളും ഇന്ന് പൊതുലോകത്തിൽ എവിടെയെങ്കിലും കേൾക്കുന്നവരും അല്ല, ഇത് ഓൺലൈൻ പോകുന്നുണ്ടല്ലോ, അവരും അറിയേണ്ട അത്യാവശ്യമുള്ള കാര്യം. അപ്പം ചോദ്യം എന്താണ്? പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്: പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. പുരുഷനോ എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന അർത്ഥത്തിൽ, ആണായാലും പെണ്ണായാലും, മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു.
മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആ ചോദ്യം ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. ഉത്തരം അവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. പിന്നെന്താണ് ഈ ചോദിക്കുന്നത്? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? വല്ല അതിൻ്റെ അർത്ഥം ദ്രവിച്ചു പോകുന്നത് ശരീരമാണ്. ശരീരത്തിനകത്ത് ഒരാളിരിപ്പുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ. മരണം എന്ന് പറയുന്ന അകത്തിരിക്കുന്ന ആൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അപ്പം മരിച്ച ആൾ, ആ ശരീരം, പിന്നെ ശരീരമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ പിന്നെ കൊണ്ടുപോയി അടക്കണം, കാരണം അത് വെച്ചേക്കാൻ കൊള്ളില്ല. അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുപോയി അടക്കുന്നു. അടക്കിയാൽ അത് ദ്രവിച്ചു പോകുമെന്ന് നമുക്കറിയാം. അല്ല, പിന്നെ പോയി മാന്തി നോക്കിയാൽ അത് ദ്രവിച്ചതായി കാണും. ഇന്നത്തെ കാലം ഒരേ കുഴിയിൽ തന്നെ പലരെ അടക്കുന്ന ഒരു കാലമല്ലേ. പിന്നെ ഈ നേരത്തെ അടക്കിയ കല്ലറ ഒന്നുകൂടെ പൊളിച്ച് പഴയ ആളിൻ്റെ ശരീരം നോക്കുമ്പോൾ ശരീരം കുറേ നാൾ കഴിഞ്ഞതാണെങ്കിൽ ഉണ്ടാവില്ല, അവിടെ കുറേ അസ്ഥികൂടങ്ങളായിരിക്കാം കാണുന്നത്. അപ്പോൾ മനുഷ്യർക്കറിയാം ഇന്ന് ദ്രവിച്ചു പോകുന്നു. ഇവൻ നേരിട്ട് കണ്ടറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ദ്രവിച്ചു പോകുന്നു. പക്ഷേ മരിച്ചപ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കെന്ന് വെച്ചാൽ എൻ്റെ സാധാരണ ഭാഷയ്ക്ക് പറയുകയാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും അടുത്ത ആൾ മരിച്ചു, അമ്മ മരിച്ചു, അപ്പം മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു. മരിച്ചാൽ ഈ വിവരം നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്, വീട്ടിലിപ്പോൾ ഒത്തിരി പേരില്ലല്ലോ, വീട്ടിൽ നമ്മൾ പുറത്തുള്ളവരായിരിക്കും വീട്ടുകാരൊക്കെ, അപ്പോൾ അവരെ ഫോൺ ചെയ്തായിരിക്കും പറയുന്നത്. പറഞ്ഞാൽ ആദ്യം പറയുന്ന പ്രയോഗം അമ്മ പോയി എന്നേ പറയുള്ളൂ. അമ്മ മരിച്ചു എന്നൊക്കെ പിന്നെ പറയുന്നത്. ആദ്യത്തെ പറച്ചിൽ അമ്മ പോയി. ശരിയാണ്, അമ്മ പോയി. അമ്മ അവിടെ ഉണ്ടായിരുന്നു, അമ്മ ആ ശരീരത്തിലുണ്ടായിരുന്നു, അമ്മ അങ്ങ് പോയി. അമ്മ ജീവിച്ച ശരീരം മാത്രമേ അവിടെയുള്ളൂ. അപ്പം ഇതാണ് ചോദ്യം, അമ്മ എങ്ങോട്ടാ പോയെന്ന്. അതല്ലേ മനുഷ്യനറിയണ്ടേ? അമ്മ എങ്ങോട്ട് പോയി എന്നറിയണ്ടേ? എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യർ പറയുന്ന ചോദ്യത്തിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ ഉത്തരം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി വിശദീകരിക്കാം. ഇവിടെ പൊതുവെ ഈ മരണസമയത്ത് പ്രാർത്ഥനകൾ പലതും ഈ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തീയ പള്ളികളിലും സാധാരണ കേൾക്കുന്നത്. മറ്റ് ജാതിക്കാരും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. അപ്പം ആ വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ശാന്തി ഉള്ള സ്ഥലമുണ്ട്, ശാന്തി ഇല്ലാത്ത സ്ഥലമുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ശാന്തി ഉള്ള സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ശാന്തി ഇല്ലാത്ത സ്ഥലത്ത് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം നമ്മുടെ ആൾ ശാന്തി ഇല്ലാത്ത സ്ഥലത്തായിരിക്കാം പോയിരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷിച്ച് ശാന്തി ഉള്ളിടത്ത് കൊണ്ടെത്തിക്കണം. ഇതാണ് മരണാനന്തര ചടങ്ങുകളുടെ മുഴുവൻ ഉദ്ദേശം. അടക്ക ശുശ്രൂഷയല്ല ഞാൻ പറയുന്നത്, പിന്നീടുള്ള മരണാനന്തര ചടങ്ങുകൾ സഭകൾക്കും പള്ളികൾക്കും മതങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ എല്ലാം ഉദ്ദേശം വളരെ നല്ല കാര്യമാണ്. മനുഷ്യൻ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കൊള്ളാം എന്ന് തോന്നിയേക്കാം. കാരണം ഭാവി ഭദ്രമാക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ്. എല്ലാ മനുഷ്യരും അങ്ങനല്ലേ? നമ്മൾ സാധാരണ നമ്മുടെ ജീവിത ഭാവി ഭദ്രമാക്കാൻ വളരെ അധ്വാനിക്കുന്ന ആളുകളല്ലേ മനുഷ്യരെല്ലാവരും. അല്ലാതെ ഉള്ളതുപോലൊക്കെ ജീവിച്ചു പോയാൽ മതി എന്ന ശാസ്ത്രം ഇന്നത്തെ കാലത്ത് വളരെ വളരെ കുറവല്ലേ? കൂലിപ്പണിക്കാരനും തൻ്റെ മക്കളെ കൂലിപ്പണി ചെയ്യണമെന്ന് വിചാരിച്ചല്ലല്ലോ വളർത്തുന്നത്. പാടുപെട്ട് നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നില്ലേ? നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വിടുന്നില്ലേ? നല്ല ടോപ്പ് സ്കൂളുകളിൽ വിടാൻ ഉത്സാഹിക്കുന്നില്ലേ? എങ്ങനെയെങ്കിലും പാടുപെട്ട്. കാരണം മക്കളും ഇതുപോലെ കൂലിപ്പണി ചെയ്ത് ജീവിക്കണ്ട, നല്ല ജോലി ചെയ്ത് നല്ല ശമ്പളം വാങ്ങിച്ച് അന്തസ്സായിട്ട് ജീവിക്കണം. കൂലിപ്പണിക്കാരൻ അന്തസ് കുറവെന്ന് ഞാൻ പറഞ്ഞു ധരിക്കരുത്. നോ, അങ്ങനൊന്നുമില്ല. എല്ലാ തൊഴിലിനും അന്തസ്
ഉണ്ട്. എന്നാലും അത്രയും കഷ്ടപ്പാടും ഒന്നും മക്കൾ അനുഭവിക്കേണ്ട മെച്ചമായ ഒരു ജീവിത സൗകര്യം മക്കൾക്കുണ്ടാകണമെന്ന ആഗ്രഹം ഭൂമിയിലെ സകല മനുഷ്യർക്കുണ്ട്. മലയാളികളായ നമുക്കും ധാരാളമുണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ബാക്കി എല്ലാ മനുഷ്യരെക്കാളും ഈ മലയാളികൾ. അപ്പം അങ്ങനെ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുക, മക്കളുടെ നല്ല ഭാവി നിമിത്തം നമുക്കും ഒരു നല്ല ഭാവി ഉണ്ടാവുക. വയസ്സ് ചെല്ലുന്ന കാലത്ത് ഈ കഷ്ടപ്പെട്ട് കളച്ച് തന്നെ ജീവിക്കേണ്ട, കുറച്ച് കാലം മക്കളൊക്കെ നല്ല പോലെ കാശ് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സൗകര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പം അത് മനുഷ്യൻ നല്ല ഭാവി ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. പണ്ട് താമസിച്ച തരം വീടുകളിൽ താമസിക്കാൻ ഇന്ന് ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു കാലത്ത് നമ്മുടെ ഈ കേരളത്തിൽ കൊച്ചു കൊച്ചു വീടുകളായിരുന്നില്ലേ, ഓലപ്പുരകളായിരുന്നില്ലേ? അത് മാറി കുറെ ഓടിട്ട വീടുകളായി, ഇന്ന് വാർത്ത വീടുകളായി, ഇന്നിപ്പം ബംഗ്ലാവുകളായി. ഇതെല്ലാം ചെയ്തു വരുന്നത് മെച്ചമായ ജീവിതത്തിന് വേണ്ടിയല്ലേ? അപ്പൊ അങ്ങനെ മെച്ചമായ ജീവിതം ഇവിടുത്തെ കാലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ആ ജീവിതം തീർന്നു പോകുന്നതല്ലല്ലോ. ഇവിടുത്തെ ജീവിതം കുറെ കാലത്തേക്കല്ലേ ഉള്ളൂ. എത്ര കാലം എന്ന് പറയാൻ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. നമ്മൾ ആരെങ്കിലും എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ ആർക്കെങ്കിലും അറിയാവോ? മരണം എന്നാണെന്ന് ആർക്കറിയാം? ഏതായാലും 70 80 അപൂർവം ചിലർ 100 വരെയൊക്കെ പോയിട്ടുണ്ട്. അത്രയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയുമുള്ള കാലം സ്വസ്ഥമായി ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള ലോകം അത് തീരത്തില്ലല്ലോ. അത് നിത്യം നിത്യം നിത്യമുള്ള ലോകമാണല്ലോ. അപ്പൊ ആ ലോകത്തിൽ സ്വസ്ഥമായ ഭദ്രമായ ജീവിതം വേണം എന്നും മനുഷ്യനോട് ഇപ്പോഴേ പറയുന്നതല്ലേ നല്ലത്? അല്ലേ? ആ ജീവിതം പാഴായിപ്പോയാൽ ആകെ തീർന്നില്ലേ? വേദപുസ്തകം പറയുന്ന പോലെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? നിത്യം ദുഃഖം അനുഭവിച്ച്, ദണ്ഡനം അനുഭവിച്ച്, പീഡ അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതി മനുഷ്യന് വന്നാൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് ആരെയും പേടിപ്പിക്കാൻ പറയുന്നല്ല, മതത്തിന്റെ വിശ്വാസമാണ്, ജനത്തിന്റെ ബോധമാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യൻ മതകർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ അത് വളരെ അപകടകരമാണെന്ന് മനുഷ്യനറിയാം. അതുകൊണ്ട് വരാനുള്ള ലോകത്തിൽ എങ്ങനെ ജീവിതം ഭദ്രമാക്കാം എന്ന് എല്ലാ മനുഷ്യരും അത്യാവശ്യമായി അറിയണം, കൃത്യമായി അറിയണം. അത് കൃത്യം പറയാൻ അറിയാവുന്ന ഞാൻ പറഞ്ഞത് യേശു മാത്രമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ വചനത്തിൽ നിന്ന് ഒരല്പ കാര്യമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ പറയുന്നത് എന്താണ്? മനുഷ്യനോ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, ശരീരം ദ്രവിച്ചു പോകും, അത് നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ ഉത്തരത്തിന് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ ഉപമയെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മരണത്തിനപ്പുറം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനിയും നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം യേശു പറഞ്ഞ ഒരു കാര്യം, പൊതുവേ ഈ ക്രിസ്ത്യാനിക്കൊക്കെ സൺഡേ സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പം സൺഡേ സ്കൂൾ ക്ലാസ് തൊട്ട് പഠിക്കേണ്ട വളരെ ലളിതമായ ഒരു പാഠം, സിമ്പിൾ ഒരു കഥ പോലെ യേശു പറഞ്ഞ, കേവലം കഥയല്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതുപോലെ പറഞ്ഞാണ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയ്ക്ക് ലളിതമായിട്ടാണ് യേശു ഈ കാര്യം എല്ലാം പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടോ മനുഷ്യൻ്റെ തലയിൽ കയറുകയല്ലേ ഈ കാര്യം? എന്തുകൊണ്ടോ? നമുക്ക് ആ പാഠം ഒന്ന് നോക്കിയിട്ട് യേശു പറഞ്ഞ ആ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിന് യേശു വിശദീകരിക്കുകയാണ് ഈ ചോദ്യത്തിൻ്റെ കൃത്യ ഉത്തരം എന്ന് പറയുമ്പോൾ ഞാനിതിനെ 2ആയിട്ട് തിരിക്കുകയാണ്. ഒന്നാം ഭാഗം മരിക്കുമ്പോൾ മുതൽ മനുഷ്യനൊരു ശരീരത്തോട് ഉയർത്തു വരുന്നത് വരെയുള്ള ഒരു കാലം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മടങ്ങു വരെയുള്ളൊരു കാലം, അതുവരെയുള്ളൊരു കാലം, അത് ഒന്നാം ഭാഗം. അത് കഴിഞ്ഞ് അതിൻ്റെ 2ആം ഭാഗം തുടങ്ങും. ആ 2ആം ഭാഗം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് മുതൽ പിന്നെ അങ്ങ് നിത്യകാലത്തേക്കുള്ള ഒരു കാലമാണ്. അതിനെ 2ആയിട്ട് തിരിക്കാം. 2ആയിട്ട് തിരിച്ചാൽ ഒന്നാമത്തെ ഭാഗം
മരിച്ചാലുടൻ എന്ത് സംഭവിക്കുന്നു? എങ്ങോട്ട് പോകുന്നു? ആ സ്ഥലത്തിൻ്റെ സ്വഭാവം എന്താണ്? എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊക്കെ ഒന്ന് നമുക്ക് വിശ്വസിച്ച് നോക്കാം. മരണത്തെക്കുറിച്ച് പല ആശങ്കകൾ മനുഷ്യർക്കുണ്ട്. ഈവൻ പെന്തിക്കോസ്ത് വിശ്വാസികളുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഒരു മരണം കഴിഞ്ഞിട്ട് അടക്കത്തിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് വേറെ തിരക്കുണ്ടായിരുന്നു. മരണം കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ഒത്തിരി ദിവസം കഴിഞ്ഞില്ല, അടുത്ത ദിവസങ്ങൾ. അപ്പം അവർ പുരാതന വിശ്വാസികളാണ്. മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പല ചോദ്യങ്ങൾ, പല ആശങ്കകൾ ഒന്ന് തുറക്കാൻ സ്വല്പം നേരം എടുത്തു. ആദ്യം ഈ ദുഃഖത്തിൻ്റെയൊക്കെ സമയമാണല്ലോ. അങ്ങനെ പരിചയമുള്ളവരെ അടുപ്പമുള്ളവരെ കണ്ടാൽ ദുഃഖത്തിൻ്റെ കുറേ സമയം ഉണ്ടാവും. അപ്പം മനസ്സ് തുറക്കാൻ കുറേ സമയമെടുക്കും. പക്ഷെ മനസ്സ് തുറന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോരാനുള്ള നേരം ആയി. എന്നാലും ചോദിച്ച അവരുടെ ആശങ്കകളുടെ ചില ചോദ്യങ്ങളുണ്ട്. കാരണം ആ ലോകം നമുക്കത്ര പരിചയമില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ യേശു പറയുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ തെളിച്ച് ആദ്യമേ അതങ്ങ് പറഞ്ഞാൽ, ധനവാന്റെയും ലാസറിൻ്റെയും കാര്യമാണ് ഈ പറയുന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏറെക്കുറെ കഥ നമുക്കറിയാം. ആ ഭാഗം ഒന്നെടുക്കാം. എടുത്തതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നോക്കാം പ്രയോഗം. ആ മനുഷ്യൻ ലാസർ രോഗി, വല്ലാത്ത രോഗം, വ്രണം നിറഞ്ഞ് പഴുത്ത് ചലമൊക്കെ ചാടി, ഈവൻ പുഴുവൊക്കെ ചാടി, വല്ലാത്തൊരു സ്ഥിതി. ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഇവിടെ പറയുന്നത് ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി ആണ് വിശദീകരണം. ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷയല്ലത്. കാരണം അബ്രഹാം നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമില്ല. എന്നാൽ യഹൂദന്മാരോട് പറഞ്ഞ ഈ ഉപമ അവർക്ക് നല്ലപോലെ തിരിയും. അവർക്ക് അബ്രഹാം എന്ന് പറയുന്നത് അവരുടെ അപ്പനാണ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അവരുടെ പൂർവ്വ പിതാവ് അബ്രഹാമാണ്. അബ്രഹാമിൻ്റെ സന്താന പരമ്പരകളാണ് യഹൂദൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ പറയുന്നു, അവരുടെ അപ്പനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സാദൃശ്യം ഞാൻ പറയാം. ഇപ്പം വീട്ടിലെ പിള്ളേർ വളർന്നു വരുമ്പോൾ, കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അപ്പൻ്റെ മടി കയറിയിരിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. തന്നെയല്ല, മടി കയറിയിരുന്നാൽ നല്ല ഭദ്രമായി ഇടത്തിരിക്കുന്നു എന്നുള്ള ബോധമാണ് കുട്ടികൾക്കുള്ളത്. മുറ്റത്തിരിക്കുന്ന കുട്ടി അപരിചിതരെ കണ്ടാൽ ഒരു പേടിയോ ഒക്കെ ഉണ്ടാവാം. ആരെങ്കിലും വിരട്ടിയാൽ പറയുകയും വേണ്ട, അലറി നിലവിളിച്ചോണ്ട് ചെറുക്കനോടും. പക്ഷേ അപ്പൻ്റെ മടിയിലിരിക്കുന്ന ഒരു കുട്ടിയെ ആരെ കണ്ടാലും ഒരു പേടിയും തോന്നുകയില്ല, തൻ്റെ ഇടമായിട്ടിരിക്കും. ഈവൻ ആരെങ്കിലും വന്നൊന്ന് വിരട്ടാൻ വിചാരിച്ചാലും കൂടി വന്നാൽ അപ്പൻ്റെ നെഞ്ചത്തോട്ടൊന്ന് ചാരുമെന്നല്ലാതെ കൊച്ചു കരയത്തൊന്നുമില്ല. തൻ്റെ ഇടമുള്ള കുട്ടിയാണെങ്കിൽ ചിരിച്ചു കാണിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാനില്ലത്. കാരണം അപ്പൻ്റെ മടിയിലായിട്ടിരിക്കുന്നത്. അപ്പൻ്റെ മടി അങ്ങനെ സ്വസ്ഥതയുടെ സ്ഥലയിടമാണ്. കുട്ടിക്ക് അപ്പൻ്റെ മടി സ്വസ്ഥമായ ഇടമാണ്. അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്താന പരമ്പരകളാണ് അവരെല്ലാം. അപ്പം അവിടേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായ ഇടത്ത് കൊണ്ടുപോയി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം ഈ മനുഷ്യൻ സ്വസ്ഥമായ ഇടത്തേക്ക് പോയി. അതാണ് അവിടെ പറയുന്നത്. ഒരു സ്ഥലം. അടുത്ത വാക്യം, ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. മറ്റവനെ കുറിച്ച് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പഞ്ചായത്തുകാരോട് എടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ട് കാണും. കാരണം റോഡിൽ കിടന്നവനാണ്, വീട്ടിൽ കിടന്നവനല്ല, റോഡിൽ കിടന്ന ദരിദ്രൻ, ഭിക്ഷക്കാരൻ.
പക്ഷെ ദൂതന്മാരാണ് അവനെ, ദൈവദൂതന്മാരാണ് അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് എതിരേറ്റു കൊണ്ടുപോയത്. പിച്ചക്കാർക്കെല്ലാം അങ്ങനെ സംഭവിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ദരിദ്രന്മാർക്കെല്ലാം അതാണ് സ്ഥിതി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റേത് നല്ല ധനവാൻ ആഡംബരത്തോടെ സൂഹിച്ചുകൊണ്ടിരുന്നു. നല്ല കൂടിയ വസ്ത്രങ്ങളെ അദ്ദേഹം ധരിക്കാറുള്ളായിരുന്നു. കാരണം അതിനൊക്കെ കൊണ്ട് ധനവാനാണ്. അപ്പൊ ആ ധനത്തിനൊത്തവണ്ണം അതിൻ്റെ പ്രൗഢിയിൽ ജീവിച്ചവൻ അദ്ദേഹം മരിച്ച് അടക്കപ്പെട്ടു. നല്ല അടക്കമൊക്കെ കിട്ടി. മനുഷ്യർക്ക് പൊതുവെ വലിയ കാര്യമാണല്ലോ ഈ അടക്കം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് അടക്കം ഭയങ്കര പ്രധാനമാണ്. ഭയങ്കര പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പാരമ്പര്യ ചിന്തയനുസരിച്ച് ഞാൻ പറയുകയാണ്, അപ്പന്മാരുടെ ആ കല്ലറയുടെ അവിടെ തന്നെ വേണം. അതാണ് നിർബന്ധം. ഈവൻ ദൈവത്തിൻ്റെ സത്യസുവിശേഷം ഗ്രഹിച്ചാലും, മാനസാന്തരപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും ഒക്കെ ഗ്രഹിച്ചാലും ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരിത് ചെയ്തവരല്ല. അവരെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ അടുത്ത് തന്നെ അടക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ ക്രിസ്ത്യാനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് വലിയ പുണ്യം ഉണ്ടെന്നാണ് അവരുടെ ധാരണ. അതിൻ്റെ പുണ്യമൊന്നും ഇല്ല എന്നുള്ളത് അവർക്ക് വലിയ പിടിയില്ല. അത് നമുക്ക് പിന്നെ പറയാം. എനിവേ, അപ്പം നല്ല അടക്കമെല്ലാം കിട്ടി. പക്ഷേ അടുത്തത് എന്താണ് പറയുന്നത്? പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ശരീരം കൊണ്ട് നല്ല കല്ലറയിൽ അടക്കി, അകത്തെ ആള് പോയത് പാതാളത്തിൽ. അവൻ 2 സ്ഥലം. യേശുവിൻ്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞ, അവിടത്തേക്കാണ് കൃത്യം അറിയാവുന്നത്. അപ്പൊ അവിടുന്ന് പറയുകയാണ്, ഈ ലാസർ എന്നു പേരുള്ള ഈ മനുഷ്യൻ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി, മറ്റവൻ പാതാളത്തിലേക്ക് പോയി. അപ്പൊ അങ്ങനെ 2 സ്ഥലമുണ്ട്. അബ്രഹാമിന്റെ മടിയെന്നും പാതാളമെന്നും പറയുന്ന 2 സ്ഥലം ഉണ്ടെന്ന്. എന്താണ് വാസ്തവത്തിൽ ആ മനുഷ്യൻ അങ്ങനെ പാതാളത്തിലേക്ക് പറഞ്ഞാൽ? വെറും ദുഷ്ടനാണോ? പണക്കാർക്കെല്ലാം ഇത് സംഭവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം? ഹേയ്, അങ്ങനെയല്ല. തന്നെയല്ല, ഈ മനുഷ്യൻ ദുഷ്ടനായ മനുഷ്യനായിരുന്നില്ല. സാധാരണ മനുഷ്യരെക്കാൾ വളരെ 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 മെച്ചമുള്ള മനുഷ്യനാണ്. എന്ത് മെച്ചമുള്ള മനുഷ്യൻ? അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലാണ് ഈ പിച്ചക്കാരൻ കിടന്നത്. അതും വ്രണമുള്ളവൻ, ചലഞ്ചാടുന്നവൻ, നായ്ക്കൾ വന്ന് ഈ വ്രണം നക്കുന്നവൻ. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നം ഗൗരവമായി ഉണ്ടാക്കുന്നതല്ലേ? നമ്മുടെ വീട്ടുപടിക്കൽ ഇങ്ങനൊരുത്തൻ കിടന്നാൽ നമ്മൾ പഞ്ചായത്തുകാരെ വിളിച്ച് പറയില്ലേ, ഇവനെ ഇവിടുന്ന് മാറ്റിത്തരണം, കാരണം ഇത് നമ്മുടെ ഹെൽത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ സ്ഥിതി ഇവിടെ പറ്റില്ല, അവനെ മാറ്റിത്തരണമെന്ന് നമ്മളാരും പറയില്ലേ? പറയും. പക്ഷെ അയാൾ പറഞ്ഞില്ല. എന്ന് തന്നെയല്ല, അയാളുടെ വീട്ടിൽ നിന്നാണ് ഇവൻ ഉപജീവനം കൊടുത്തു വന്നത്. ദിവസവും നല്ല മനുഷ്യൻ, ബാക്കി നല്ലൊരു പങ്ക് ആളുകളെക്കാളും നല്ല മനുഷ്യൻ. പക്ഷേ അബ്രഹാമിന്റെ മടിയിൽ പോകാനുള്ള കാര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രം അബ്രഹാമിന്റെ മടിയിൽ പോവില്ല. നന്മ ചെയ്യുന്നത് കൊണ്ട്, ആളുകളെ സഹായിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ പോവില്ല. അപ്പൊ ആ മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? അവിടെ പോകണമെങ്കിൽ എന്ത് വേണമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഭക്തനായ മതവിശ്വാസിയായ വേദശാസ്ത്രിയായ ഒരുത്തനോട് യേശു പറഞ്ഞ ഓർമ്മയില്ലേ? അല്ലല്ല, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുവാൻ കഴിയില്ല. പുതുതായി ജനിക്കണം. അതാണ് യേശു പഠിപ്പിച്ചൊരു ഉപദേശം. പുതുതായി ജനിക്കണം. അത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലായില്ല, ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഈ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തിരിയുന്നൊരു കാര്യമല്ല. അന്നും അദ്ദേഹം ചോദിച്ചു, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ ഇനിയും വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നുകൂടെ കയറിയിട്ട് ജനിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഇന്നും ആളുകൾക്ക് അത് തന്നെയാണ് ആളുകളുടെ ചോദ്യം. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനൊരു ഉപദേശം പൊതുവെ ബഹുഭൂരിപക്ഷം ക്രിസ്തീയ സഭകളിലും ഇല്ല. കാരണം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ക്രിസ്തീയ മിക്ക സഭകളുടെയും വിശ്വാസപ്രകാരം പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം. മാമോദീസ ഏറ്റാൽ പാപം മോചിച്ചു കിട്ടി. പിന്നെ ബാക്കി കാര്യം സഭ നോക്കിക്കോളും. മരിച്ചു കഴിയുമ്പോൾ ബാക്കി കാര്യം സഭ ഏറ്റെടുത്തോളും. ഇതാണ് ക്രിസ്തീയ വിശ്വാസം.
അസൽ ക്രിസ്തീയ വിശ്വാസം എന്നല്ല ഞാൻ പറയുന്നത്, പാരമ്പര്യമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം ഇതാണ്. അല്ലാതെ മനുഷ്യൻ പുതുതായി ജനിക്കണമെന്നൊരു ഉപദേശം ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ സമൂഹത്തിലില്ല. എന്താണ് ഈ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ? ഈ അകത്തൊരാളുണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനകത്തൊരാളുണ്ട്. ഈ ആള് പൂർവപിതാവായ ആദാമിൻ്റെ സന്താന പരമ്പരകളാണ് നമ്മളെല്ലാവരും. അവിടുന്ന് കിട്ടിയതാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായിട്ട്. അല്ലാത്ത ആരും ഭൂമിയിലില്ല, ഒരു ജാതിയിലും ഇല്ല, ക്രിസ്ത്യാനിയിലും ഇല്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിക്കും ആർക്കും ദൈവത്തിൻ്റെ അടുക്ക പോകണമെങ്കിൽ ഈ അകത്തെ ആളിന് മാറ്റം വന്നേ ഒക്കുള്ളൂ. അല്ലാതെ ആചാരം കൊണ്ട് പറ്റില്ല, ചടങ്ങ് കൊണ്ട് പറ്റില്ല, കർമാചാരം കൊണ്ട് പറ്റില്ല, കൂദാശകൾ കൊണ്ട് പറ്റില്ല, മാമോദിസ കൊണ്ട് പറ്റില്ല. പറ്റണോ? ആൾ പുതുതായി ജനിക്കണം. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആൾ മൊത്തം അങ്ങ് മാറണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. മനസ്സിന് രൂപാന്തരമുണ്ടായി സ്നാനമേറ്റ് യേശുവിനോട് ചേർന്ന് രൂപാന്തരപ്പെട്ട ശേഷം പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞതുപോലെ, ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അപ്പോസ്തലൻ പത്രോസ് അല്ലേ? പത്രോസിന്റെ പ്രസംഗം കേൾക്കൂ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ എന്താണ് പത്രോസ് പ്രസംഗിച്ചത്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഒന്നുകൂടെ പറയുന്നു, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അത് ചെയ്യാതെ മനുഷ്യന് പാപമോചനം പ്രാപിക്കാൻ വഴിയില്ല. ഒന്നുകൂടെ പറയുന്നു, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. തറപ്പിച്ച് പറയുന്ന സുവിശേഷം യേശു വിളിച്ചു പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, മാനസാന്തരപ്പെടുവീൻ. അത് ചെയ്യാത്ത മതാചാരം ആരെയും ക്രിസ്ത്യാനിയാക്കുന്നില്ല, ആരെയും സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരാക്കുന്നില്ല. നിങ്ങളെ മതത്തിൽ ചേർക്കുന്നു എന്ന് മാത്രം, നിങ്ങളെ പള്ളിയിൽ ചേർക്കുന്നു എന്ന് മാത്രം. സ്വർഗരാജ്യത്തിൽ ചേരണമോ? പുതുതായി ജനിക്കാതെ സാധ്യമല്ല. ഒന്നുകൂടെ പറയുന്നു, അതിന് മാനസാന്തരവും സ്നാനവും അത്യാവശ്യമായ ഘടകമാണ്. ഈ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ അത് ചെയ്തിരുന്നില്ല. അത് നിമിത്തം അദ്ദേഹം പോയ സ്ഥലം പാതാളമാണ്. മറ്റേ സ്ഥലം പേര് ഞാൻ പറഞ്ഞു, അബ്രഹാമിന്റെ മടി. പക്ഷേ പുതിയ നിയമകാലത്തേക്ക് വരുമ്പോ ആ വാക്കിന് സ്വല്പം മാറ്റം വരുന്നു. യേശു മരിക്കുന്ന സമയം ക്രൂശിൽ വേറെ 2 പേരെ കൂടെ ക്രൂശിച്ചിരുന്നല്ലോ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് അപ്പുറത്തും ഇപ്പുറത്തും 2 പേരെ കൂടെ ക്രൂശിച്ചിരുന്നല്ലോ. ആ ക്രൂശിൽ കുറെ സംഭാഷണങ്ങൾ നടന്നു. അവർ 3 പേരും വർത്താനം പറഞ്ഞു. ഒരുത്തൻ അവിടെ കിടന്നുകൊണ്ട് യേശുവിനെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. അവർ 2 പേരും കള്ളന്മാരായിരുന്നു, മോഷ്ടാക്കളും കൊലപാതകരുമായിരുന്നു. അപ്പൊ ഒരുത്തൻ ആക്ഷേപിച്ചപ്പോൾ മറ്റവൻ പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ കുഴപ്പം കാണിച്ചു, നമ്മൾ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നമുക്ക് കിട്ടി. ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ യേശുവിന്റെ ആളത്വത്തെ, അവിടുത്തെ വിശുദ്ധിയെ അംഗീകരിച്ചവനാണ് അവൻ. മാത്രമല്ല അവൻ യേശുവിനെ നോക്കി പറഞ്ഞു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോ അർത്ഥം എന്തെന്നറിയാമോ? ഈ കിടക്കുന്നവൻ കേവലം മനുഷ്യനല്ല, ഇവിടുന്ന് മശിഹയാണ്, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് മടങ്ങി വരും എന്നവൻ വിശ്വസിച്ചു. രക്ഷയ്ക്കുള്ള മാർഗം അതാണ്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുകയും അവനെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ മനുഷ്യൻ രക്ഷിക്കപ്പെടും. അത് ആ ക്രൂശിൽ അവൻ നിവർത്തിച്ച് മരണത്തിന്റെ നേരം അവനത് ചെയ്തു. അപ്പോൾ അവനോട് പറയുന്നത് ലൂക്കോസ് 23-ാം അധ്യായത്തിന് 43-ാം വാക്യത്തിൽ യേശു പറഞ്ഞു,
ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. വാക്യം ശ്രദ്ധിക്കണം. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് യേശു അവനോട് പറഞ്ഞു. മരിക്കാൻ പോവാണ്, താമസിയാതെ മരിക്കും. മരിക്കുമ്പോ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. അപ്പൊ അബ്രഹാമിന്റെ മടി എന്നതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന പദം പർദീസ എന്നാണ്. പർദീസ എന്താണ് വാസ്തവത്തിൽ ഈ പർദീസ എന്ന് പറയുന്ന കാര്യം എന്ന് വേദപുസ്തകം വിശദീകരിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം വാക്യം വായിച്ചാൽ, 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യം വായിച്ചാൽ അവിടെ ക്രിസ്തുവിലൊരു മനുഷ്യനെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പർദീസയോളം എടുക്കപ്പെട്ടു. അപ്പൊ പർദീസ എന്നുള്ളത് മേലോകമാണ്, മേളിലാണ്. അത് 3-ാം സ്വർഗത്തിലാണ്. അത് യേശുവിൻ്റെ കൂടെയുള്ള താമസം. അതല്ലേ പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. അപ്പൊ യേശുവിൻ്റെ കൂടെ താമസിക്കാൻ പർദീസയിലേക്ക് കൊണ്ടുപോകുമെന്ന് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വ്യക്തമാക്കണം. അതായത് ഈ അബ്രഹാമിന്റെ മടി എന്നൊക്കെ പറയുമ്പോഴും പഴയ നിയമത്തിൽ ഭക്തന്മാരും പറഞ്ഞിരുന്ന ഒരു പ്രയോഗമുണ്ട്. യാക്കോബിന് തൻ്റെ മോൻ യോസഫ് മരിച്ചുപോയി എന്നൊരു വിവരം കിട്ടി. യോസഫ് മരിച്ചില്ലായിരുന്നു. ചേട്ടന്മാരെല്ലാം കൂടെ പണി പറ്റിച്ച് ഇവനെ വിറ്റതിന് ശേഷം ഒരു മൃഗത്തെ കൊന്നതിൻ്റെ തോലും ഒക്കെ കൊണ്ട് രക്തം പുരട്ടി കൊണ്ടുവന്നാണ്. ആ തോലിൽ രക്തം പുരട്ടി അവൻ്റെ ഉടുപ്പ് കൊണ്ടുവന്നാണ്. തോലെല്ലാം കൊണ്ടുവന്ന് അവൻ്റെ ഉടുപ്പ് കൊണ്ടുവന്നാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ മകനെ ഏതോ ദുഷ്ടമൃഗം തിന്നുപോയി, ഞങ്ങൾക്ക് ഈ ഉടുപ്പ് കണ്ടു കിട്ടി, നിന്റെ ആ മോൻ്റെയാണോ നോയിക്കോ. അപ്പൊ അങ്ങനെ ദുഃഖിച്ചിരുന്ന യാക്കോബ് പറഞ്ഞത് ഉൽപ്പത്തി 37-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. ഞാനിനി പാതാളത്തിൽ എൻ്റെ മകൻ്റെ ഇരിക്കെ പോവുകയേ മാർഗമുള്ളൂ. അപ്പൊ പോയത് താൻ പാതാളത്തിലാണെന്നാ പറഞ്ഞത്. പാതാളം. പക്ഷെ ഈ പാതാളം എന്ന വാക്കിന് വേദപുസ്തകം പറയുന്ന കുറെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞെങ്കിലേ ആശയം മനസ്സിലാവും. അതായത് പാതാളം എന്നത് വേദശാസ്ത്രം അനുസരിച്ച്, ദൈവശാസ്ത്രം അനുസരിച്ച് ഭൂമിയുടെ അടിയിലുള്ളൊരു സ്ഥലമാണ് പാതാളം. അവിടേക്ക് ഇറങ്ങും എന്നാണ് പറഞ്ഞത്. ഇറങ്ങാൻ താഴെയല്ലേ, ഇറങ്ങുന്ന താഴോട്ടാ, കയറുന്ന മേപ്പോട്ട്. അപ്പൊ താഴെയാണത്. ശരിക്കും പറഞ്ഞാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന് 30-ാം വാക്യം വായിച്ചാൽ അത് ഭൂമിയുടെ അടിയിലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭൂമിയുടെ അന്തർഭാഗത്തുള്ളൊരു സ്ഥലമാണ് പാതാളം. ഈ ഭൂമിയുടെ അടിയിൽ പല പല തട്ടുകളുണ്ട്. ആ തട്ടുകളിലൊന്നാണ്, തട്ടുകളുടെ ഒരു ഭാഗത്തിൻ്റെ പേരാണ് പറയുന്നത് പാതാളം. അതിനകത്ത് തന്നെ പല തട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറയുന്ന അബ്രഹാമിൻ്റെ മടി, സ്വസ്ഥമായ സ്ഥലം. ഇപ്പം നമ്മൾ നേരത്തെയുള്ള ഭാഗം എല്ലാം വായിച്ചാൽ ഇപ്പം ധനവാൻ അവിടെ കിടക്കുന്നു. ധനവാൻ അവിടെ കിടക്കുമ്പോൾ താൻ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു, ഭയങ്കര ദാഹം. ഇവിടുത്തെ ചൂട് ഭയങ്കരമാണ്, ഇവിടെ ജ്വാലയാണ്. വായിക്കുന്നത് അങ്ങനെയാണ്, ജ്വാലയാണ്. അങ്ങനെ ഈ ജ്വാലയിൽ കിടന്ന് ഞാൻ വേദന അനുഭവിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. നോക്കൂ, അബ്രഹാം പിതാവേ എന്നോട് കരുണയുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര ദാഹം, സഹിക്കാൻ മേലാത്ത ദാഹം. അവിടെ തീയാണെന്ന്,
അല്ല നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പോലെ ചൂടാണെന്ന് മാത്രമല്ല, കാലാവസ്ഥ ഇച്ചിരി ചൂട് അല്ല, അവിടെ തീയാണ്, അഗ്നിയാണ് അവിടെ, അതിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര വേദനയുടെ സ്ഥലം. അപ്പൊ നോക്കൂ, വേദന അനുഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ് ഈ പറയുന്ന തട്ട്. അത് രണ്ടാമത്തെ തട്ടാണ്. ഈ രക്ഷപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരുടെ ആത്മാവ് പോകുന്ന തട്ട് രണ്ടാം തട്ട്. അത് അടിയിലാണ്. മേലിലാണ് മറ്റത്. നോക്കൂ 23-ാം വാക്യം. ധനവാനും മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പൊ അത് മേലിലാണ്, ഇത് താഴെയാണ്. താഴത്തെ തട്ടിലാണ് ഈ കഷ്ടം അനുഭവിക്കുന്ന സ്ഥലം. മേളത്തെ തട്ട് സ്വസ്ഥമായ സ്ഥലം. ഇനി ഏറ്റവും അടിയിലത്തെ തട്ടുണ്ട്, അത് പിശാചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. യേശു പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അങ്ങനെ പിശാചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. പണ്ട് അയാൾ സ്വർഗത്തിലായിരുന്നു, അയാളെ അവിടെ തട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങ് പാതാളത്തിലാണ്. അവിടെ അല്ല താമസമായിക്ക് ഇങ്ങനെ ചുറ്റിക്കിറങ്ങാനുള്ള അനുവാദമൊക്കെ ഉണ്ട്, എങ്കിലും അസൽ ഹെഡ്ക്വാർട്ടേഴ്സ് പാതാളത്തിലാണ്. അപ്പം ഇങ്ങനെ പാതാളം എന്നുള്ളത് ഭൂമിയുടെ അടിയിലുള്ളൊരു സ്ഥലമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്, തെളിച്ച് പറയുന്നതാണ്. അപ്പം അവിടേക്കാണ് പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ഭൂമിയുടെ അടിയിൽ തട്ടിലുള്ള ആ തട്ട് സ്വസ്ഥമായ തട്ടാണ്, എങ്കിലും അവിടെ നിന്ന് മാറ്റി അവരെ ഉയർത്തി കൊണ്ടുപോയി. അതാണ് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് പറയുമ്പോൾ വേറെ ചില വാക്യങ്ങൾ കൂടിയുണ്ട്. എഫെസ് ലേഖനം 4-ാം അധ്യായം അതിന് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ യേശു മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുകയാണ്. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, അവൻ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. യേശു മരിച്ചിട്ട് പാതാളത്തിൽ പോയി. എല്ലാവരും പാതാളത്തിൽ പോന്നു, അവൻ പാതാളത്തിൽ പോയി. അവിടെ നിന്ന് അവിടെ പാർത്തിരുന്ന വിശുദ്ധാത്മാക്കളെയും കൂട്ടിക്കൊണ്ട് ഉയരത്തിൽ കയറി അവരുടെ ആത്മാക്കളെ കൊണ്ടെത്തിച്ച സ്ഥലത്തിന് പറയുന്ന പേരാണ് പർദീസ. അത് ഉയരത്തിലാക്കി അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നതിനാക്കി. അപ്പൊ 2 സ്ഥലം, ഒന്ന് പാതാളം, മറ്റൊന്ന് പർദീസ. രണ്ടിലേതെങ്കിലും എവിടെങ്കിലും ഇടത്തെ പോകുള്ളൂ. ഒരിടം സ്വസ്ഥമായ സ്ഥലമാണ്. നോക്കൂ ആ വാക്യം ഒന്നുകൂടെ നോക്കാം. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവൻ തിന്മയും പ്രാപിച്ചു എന്നോർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പൊ ആ സ്ഥലം ആശ്വാസത്തിന്റെ സ്ഥലമാണ്. പർദീസ സ്ഥലം ആശ്വാസത്തിന്റെ സ്ഥലമാണ്. അവിടെ മാത്രമല്ല, മറ്റു വാക്യങ്ങൾ നോക്കണം. പണ്ട് ദാനിയേലിനോട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ദൈവം പറഞ്ഞു, മരണത്തിന്റെ സമയത്ത് പറഞ്ഞു വിടുന്ന യാത്രാമൊഴിയുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്, ദാനിയേലിനോട് പറഞ്ഞു, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പോകുന്നത് വിശ്രമത്തിനാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പൊ അവര് പോകുന്ന സ്ഥലം വിശ്രമത്തിന്റെ സ്ഥലമാണ്. ജോലി കഴിഞ്ഞു, പൗലോസ് പറഞ്ഞ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ വിശ്രമത്തിലേക്ക് പോവുകയാണ്. മരിക്കുന്ന സകല ഭക്തന്മാർക്ക് സംഭവിക്കുന്നത് അധ്വാനം കഴിഞ്ഞ് വിശ്രമത്തിനായി ദൈവം കൊണ്ടുപോവുകയാണ്. ആ സ്ഥലത്ത് പർദീസയിൽ സ്വസ്ഥമായി വിശ്രമിക്കുകയാണ്. വേറൊരു പണിക്ക് പോകുന്നില്ല. അവർ ശാന്തതയുള്ള സ്ഥലം, സ്വസ്ഥത അനുഭവിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മുടെ വീട്ടിലെ മരിച്ചുപോയ ആ ഭക്തന്മാർ, ഈ വകുപ്പിൽപ്പെടുന്നവർ, പർദീസയിൽ പോയവർ സ്വസ്ഥമായ ഇടത്ത് താമസമാണ്. സുബോധത്തോടെ അവിടെ ഉണ്ടവര് തമ്മിൽ കാണാം. അവർക്ക് മരിച്ചവർക്ക് തമ്മിൽ കാണാം. അതിലേ പറയുന്നത്, ദൂരത്ത് നിന്ന് ധനവാൻ ലാസറിനെ കണ്ടു. അപ്പൊ അങ്ങനെ കാണാം. ബോധപൂർവം ജീവിക്കുന്നു.
മറ്റവനും ബോധപൂർവം ജീവിക്കുന്നു, ഈ പീഡ അനുഭവിക്കുന്നവനും വേദന അനുഭവിക്കുന്നു, ഭയങ്കര വേദനയാണ്, സഹിക്കാൻ മേലാത്തതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നു. അപ്പൊ ഇപ്പൊ തന്നെ ആ വേദനയും മരിച്ച സെക്കൻഡിൽ ആരംഭിക്കുകയാണ്. ഒരാൾ സ്വസ്ഥതയിലേക്ക് പോകുന്നു, മറ്റൊരാൾ ദണ്ഡനത്തിലേക്ക് പോകുന്നു, അപ്പൊ തന്നെ ആരംഭിക്കുകയാണ്. അല്ലാതെ വരാനൊരു ഭാവി കാലത്ത് മാത്രമല്ല മനുഷ്യൻ ഈ കഷ്ടത്തിലേക്ക് പോകുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഈ ശരീരത്തിൽ നിന്ന് ആള് പോയാൽ ഒന്നുകിൽ സ്വസ്ഥതയിലേക്ക് പോകും, ഇല്ലെങ്കിൽ ദണ്ഡനത്തിലേക്ക് പോകും. കുറച്ച് പേർ ആത്മഹത്യ ചെയ്യും ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. മേ ബി രോഗത്തിന്റെ ഭയങ്കര നിമിത്തം വേദന സഹിക്കാൻ മേലാതെ ആത്മഹത്യ ചെയ്തേക്കാം. സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തേക്കാം. മനപ്രയാസം മാറാൻ വേണ്ടിയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ തിരിച്ചറിയണം, മനപ്രയാസം മാറില്ല, ഒരു ദണ്ഡനവും മാറില്ല. ആ സെക്കൻഡ് മുതൽ അസഹനീയമായ ദണ്ഡനത്തിലേക്ക് പോകാൻ, നിലവിളിക്കുന്ന ദണ്ഡനത്തിലേക്ക് പോവുകയാണ്, താങ്ങാൻ മേലാത്ത ദണ്ഡനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നോക്കൂ, ആളുകളുടെ മതവിശ്വാസത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അതും കൂടെ ചേർത്താണ് പറയുന്നത് ഇവിടെ. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത്? അബ്രഹാം പിതാവേ, എനിക്ക് ദാഹം സഹിക്കാൻ മേല, അവനെ ഇങ്ങോട്ട് വിടണം, ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിനെ ഒന്ന് തൊടിയിക്കണം. അത്രയ്ക്ക് അസഹനീയമായ ബുദ്ധിമുട്ടാണ്. എന്താണ് മറുപടി? അത്രയുമല്ല. 26-ാം വാക്യം, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. വാക്യം കേൾക്കണേ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വല്ല നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൂടെ കേൾക്കണം. സുവിശേഷം പറയണ്ടേ വല്ലവരോടും? വചനം തെളിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? വചനം എടുത്ത് പറഞ്ഞു കൊടുക്കണം. അബ്രഹാം പറയുകയാണ്, ഇവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഭയങ്കര പിളർപ്പാണ്, ഇടയ്ക്ക് ഭയങ്കര ഗർത്തമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെയാണ് ക്രിസ്ത്യാനി പറയുന്നത് ശുദ്ധീകരണം കഴിഞ്ഞ് അങ്ങോട്ട് കയറ്റി വിടാമെന്ന്. ആത്യന്തിക വാക്ക് യേശുവിൻ്റെ അല്ലേ? ആ നാട് യേശുവിൻ്റെ അല്ലേ? അവിടെ ആരെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന യേശു അല്ലേ? അവിടുത്തെ സംവിധാനങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്ന യേശു അല്ലേ? യേശു തെളിച്ചാണ് പറഞ്ഞത്, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റില്ല, അങ്ങനെ സംവിധാനം ഇല്ല. ഏത് പള്ളിക്കാർ വിചാരിച്ചാലും, ഏത് പട്ടക്കാരൻ വിചാരിച്ചാലും കൊണ്ടുപോകാൻ ഒരു മാർഗമില്ല. അല്ലാതെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, എപ്പോഴാണ് ഈ സ്ഥലത്ത് പോകുന്നതെന്നും കൂടെ പറയണ്ടേ? കാരണം ക്രിസ്ത്യാനിയിൽ ഒരു നല്ല പങ്കിൻ്റെ വിശ്വാസം അനുസരിച്ച് ഈ മരിച്ച ആളിൻ്റെ ആത്മാവ് ഒരു 40 ദിവസം കഴിഞ്ഞെങ്കിൽ സെറ്റിൽ ഡൗൺ ചെയ്യുള്ളൂ, പോയി ഒന്ന് എവിടെയെങ്കിലും ഇരിക്കുകയുള്ളൂ. അതുവരെ ഈ 40 ദിവസം ഇങ്ങനെ കറങ്ങി നടക്കും. കുറേ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അനുസരിച്ച് ഇടയ്ക്ക് വീട്ടിലൊക്കെ വരും. ഇങ്ങനെ ഫൈനലി 40-ാം ദിവസം വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അവസാനത്തെ കർമ്മം ചെയ്ത് ആളെ പറഞ്ഞു വിടുന്നത്. അപ്പം 40-ാമത്തെ ദിവസം സെറ്റിൽ ഡൗൺ ചെയ്യാം എന്നാണ് അവരുടെ വിശ്വാസം. അപ്പം 40 ദിവസം ഇങ്ങനെ നടക്കുമെന്ന്, കറങ്ങി നടക്കുമെന്ന്. ഞാൻ പറഞ്ഞല്ല, ഉള്ള വിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത്, ആരെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല, ക്രിസ്ത്യാനിയുടെ വിശ്വാസം പറയാണ്. ഒരു പക്ഷെ അവർ ധരിക്കുന്നത് അല്ല, പക്ഷേ എന്നല്ല, അങ്ങനെയാണ്, യേശു 40-ാം പക്കമാണ് സ്വർഗത്തിൽ പോയത്, അതുകൊണ്ട് ഇവർ 40 ദിവസം ഇങ്ങനെ കറങ്ങുമെന്നാണ്. അല്ലെന്നേ, യേശു 3-ാം ദിവസം മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ആത്മാവ് കറങ്ങി നടക്കുകയായിരുന്നില്ല, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവൻ 40 ദിവസം അനേകർക്ക് പ്രത്യക്ഷമായി സഞ്ചരിക്കുകയായിരുന്നു. അല്ല, യേശുവിൻ്റെ ആത്മാവ് സഞ്ചരിക്കുകയല്ലായിരുന്നു, യേശു ശരീരത്തോടെ, സ്വർഗീയ ശരീരത്തോടെ സഞ്ചരിച്ച് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിക്കൂ, എപ്പോ പോകുന്നതാണ്? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. ഇന്ന് എപ്പോ? മരിച്ച ദിവസം പറയാണ്, മരിക്കുന്ന ദിവസം പറയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. വാക്കിന്റെ അർത്ഥം, ഈ ശരീരത്തിൽ നിന്ന് എപ്പോൾ ആള് പോകുമോ അന്നേരം എവിടെ പോകാൻ റെഡി ആയിരുന്നോ അവിടെ പോകും. അത്രയേ ഉള്ളൂ. ലളിതമായി പറയുകയാണ്, എവിടെ പോകാൻ റെഡി ആയിരുന്നോ അവിടെ പോകും. പർദീസയിൽ പോകാൻ റെഡി ആയിരുന്നോ പർദീസയിൽ പോകും. ദൂതന്മാര് വന്ന് കൊണ്ടുപോകും. അകമ്പടി വരുന്ന ദൂതന്മാരുണ്ട്. ജീസസ്
കുറെ ഭക്തന്മാർ അങ്ങനെയും കണ്ടിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ? മരിക്കുന്ന നേരം ദേ ദൂതൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? അതെന്നെ, വരും അങ്ങനെ ദൂതൻ. നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ സംഭവിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൂതന്മാർ വന്ന് കൊണ്ടുപോകും. അല്ല, മറ്റവരെയും അതിന് തക്ക ആളും വന്ന് കൊണ്ടുപോകും. ചിലർ മരണനേരത്തിൽ ആലറി നിലവിളിക്കാറില്ലേ? ദേ ചങ്ങലയും കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് കേട്ടില്ലേ? കൊണ്ടുപോകാൻ കാലം വന്നു, അതിൻ്റെ ദൂതം വന്നു കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്നെങ്കിൽ പാതാളം അല്ലെങ്കിൽ പർദീസ. എന്ന് പോകും? അന്ന് പോകും. ക്രിസ്ത്യാനിയെ വഞ്ചിക്കപ്പെടരുത്. മതം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് നിങ്ങൾക്കൊരു മിഥ്യാധാരണ തന്ന് നിങ്ങളെ രക്ഷിച്ചോളുമെന്ന ധാരണ ആസ്ഥാനത്താണ്. അങ്ങനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഏവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടണം. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഏത് ക്രിസ്ത്യാനിയും കേൾക്കണം, തിരിച്ചറിയണം. ഈ പുസ്തകമാണ് സത്യം, ഇതിനപ്പുറം വേറെ ഒരു സത്യമില്ല. ഈ പുസ്തകം പറയുന്നു, യേശു പറയുന്നു, ഇതാണ് വഴി, വേറെ വഴിയില്ല. ജീസസ് റബലഹതിനികസ്യ. സത്യം തിരിച്ചറിയാതെ വണ്ണം മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കിയ ഈ ലോകത്തിന്റെ അധിപതി ഇങ്ങനെ പലതും മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നിടത്ത് ഇന്ന് രാത്രി ആ യാഥാർത്ഥ്യത്തിന്റെ മേൽ ആധിപത്യം ഏറ്റെടുക്കാൻ ഞാൻ ഈ സഭയോടും വന്നുകൂടിയ പെന്തിക്കോസ്തുകാരോടും പറയും. ഇത്തരത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് സത്യം തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യനെ മിഥ്യാബോധത്തിലാക്കി പാതാളത്തിലേക്ക് വിടുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു വരണം. ഈ ബ്ലസ് ഇളമ്പലെന്ന് പറഞ്ഞ യോഗം നടത്തുന്ന ഈ ദിവസം, ഇന്ന് രാത്രി ഈ അന്തരീക്ഷ മണ്ഡലത്തിന്റെ മേൽ, ഈ ഇളമ്പൽ പ്രദേശത്തെ ആകാശമണ്ഡലത്തിന്റെ മേൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി വരട്ടെ. ചില കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന് ദൈവപ്രവൃത്തി, ആത്മപ്രവൃത്തി അന്തരീക്ഷത്തിന് മേൽ വെളിപ്പെട്ടു വരട്ടെ. സത്യം തിരിച്ചറിയുവാൻ ചില കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഞാനിന്ന് രാത്രി വിളിച്ചു പറയുന്നു, മരിച്ച ശേഷം രക്ഷപ്പെടുത്താൻ ഒരു വഴിയുമില്ല, ഒരു മനുഷ്യർക്കും കഴിയില്ല. രക്ഷപ്പെടുന്നത് ഇന്നത്തെ ദിവസം, ജീവനുള്ള ദിവസം, നല്ല പോലെ ശ്വസിക്കുന്ന ദിവസം, സുബോധമുള്ള ദിവസം, വായി തുറന്ന് സംസാരിക്കാൻ കഴിവുള്ള ദിവസം, അന്നേ ദിവസം മാനസാന്തരപ്പെട്ടുകൊള്ളണം, സ്നാനപ്പെടാൻ തീരുമാനിച്ചു കൊള്ളണം. കാലം മാറ്റിവെക്കരുത്. ഇത് പെന്തിക്കോസ്തുകാരുടെ ഉപദേശമല്ല, യേശു പഠിപ്പിച്ച ഉപദേശമാണ്. അപ്പോസ്തലൻ പത്രോസ് പഠിപ്പിച്ച ഉപദേശമാണ്. പൗലോസ് പഠിപ്പിച്ച ഉപദേശമാണ്. പുതുതായി ജനിക്കുവീൻ, അല്ലാതെ വേറെ വഴിയില്ല. ആമേൻ. അപ്പൊ ഈ കാലം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു കൂട്ടർക്ക് സ്വസ്ഥതയുടെ കാലമാണ്. വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. അവരുടെ എനിക്ക് വേറെ പണിയൊന്നും ചെയ്യത്തില്ല. അവരുടെ ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവില്ല. അങ്ങനെയാണ് വചനം പറയുന്നത്. ഞാൻ മുമ്പ് വായിച്ച വാക്യല്ലേ, ദാനിയേലിനോട് പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ്. ഒരു ഏറ്റവും ഭക്തനായിരുന്നു ദാനിയേൽ. ദൈവം ഒരു റിമാർക്കും പറഞ്ഞിട്ടില്ലാത്ത ഒരുത്തൻ എന്ന് മാത്രമല്ല, അത്രയ്ക്ക് ഭക്തനെന്ന് ദൈവവും ലോകവും സാക്ഷിച്ച ആളാണ് ദാനിയേൽ. പുതിയ നിയമത്തിലെ വാക്യം ഞാൻ പറഞ്ഞില്ലേ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. മരിച്ചു കഴിഞ്ഞ് വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. മരിച്ചവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ജീവനോടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും മരിച്ച ആരും പ്രാർത്ഥിക്കുന്നില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ യേശു പ്രാർത്ഥിക്കും എന്നല്ലാതെ മരിച്ചവരെ പ്രാർത്ഥന കേൾപ്പിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, തിരിച്ചറിയണമേ. അവരുടെ പേരും പറഞ്ഞ് ഇക്കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്ന ക്രിസ്തീയ സമൂഹം തിരിച്ചറിയട്ടെ. അങ്ങനെ സംഗതിയില്ല.
ഉള്ള സത്യം ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടേനെ. പക്ഷെ മതങ്ങൾ സമ്മതിക്കത്തില്ല മനുഷ്യൻ മാനസാന്തരപ്പെടാൻ. കാരണം ഈ ഭാര്യയെല്ലാം പറഞ്ഞു കൊടുത്ത് തലയ്ക്കകത്ത് കയറ്റിയിരിക്കുന്ന ഇതാണ്, നിസാരമില്ല, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചോ, അവസാനം ഞങ്ങളെ ഏറ്റുന്നു. ഒക്കില്ല എന്ന് വചനം തെളിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഈ സത്യം നാട്ടുകാരോട് പറയണ്ടേ? വേണ്ടേ? പെന്തിക്കോസ്തുകാരെ പറയണ്ടേ? എല്ലാവരും അറിയണ്ടേ? ഇതെല്ലാ ജാതിയുടെയും പ്രശ്നമാണ്, ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ ജാതിയുടെയും പ്രശ്നമാണ്. അതുകൊണ്ടൊരു വലിയ പങ്ക് ജനം ശ്രദ്ധയില്ലാതെ ജീവിച്ച് പാതാളത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ നടുവിൽ ദേശം മുഴുവൻ വിളിച്ചു പറയാം, രക്ഷിക്കപ്പെടുവാൻ മാനസാന്തരപ്പെടുവിൻ, സ്നാനമേൽക്കുവിൻ, ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടാതെ വേറൊരു മാർഗമില്ല എന്ന് ദേശത്തോട് വിളിച്ചു പറയാൻ ഉണ്ടാക്കിയ യോഗം. ആ യോഗത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒത്തിരി ആളുകൾ പുറത്തുനിന്ന് വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ. കേൾക്കുന്നവർ കേൾക്കട്ടെ, ഒരാളെങ്കിലും കേൾക്കട്ടെ. ഒരാളുടെ ആത്മാവ് സകല ലോകത്തെക്കാളും വിലയേറിയതല്ലേ, അവർ കേൾക്കട്ടെ. റീബന ഹസ്യ, ഈ അന്തരീക്ഷം കേൾക്കട്ടെ, ഈ അന്തരീക്ഷത്തിന് മേൽ ഈ ശബ്ദം മുഴങ്ങട്ടെ. അല്ല, ഇത് ഓൺലൈൻ പോകുന്നില്ലേ, ചില ദേഹികൾ കേൾക്കട്ടെ. നാളെയും കേൾക്കാമല്ലോ, ഇന്ന് മാത്രമല്ലോ, നാളെയും കേൾക്കാമല്ലോ. അവിടെയും ചില ഹൃദയങ്ങൾ തുറക്കപ്പെട്ട് ദൈവത്തിന്റെ സത്യം ഗ്രഹിക്കട്ടെ. ആമേൻ. അത് ആദ്യത്തെ ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ യേശു തിരിച്ചു വരുന്നവരെ അവിടെ ഇരിക്കും. യേശു വരുമ്പോൾ, ഇനി യേശു വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, യേശു വരും. എന്നാന്നറിയത്തില്ല, ഒരു ദിവസം അവിടത്തേക്ക് വരും. ആ വരുന്ന ദിവസം അടുത്ത ഘട്ടം ആരംഭിക്കും. അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഘട്ടം എന്നത് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ പറയുന്ന കാര്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ചുരുക്കി പറയാം, വേഗം പറയാം. യേശു വരും. വരുമ്പോൾ യേശുവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. എങ്ങനെ ഒരുങ്ങി? ഈ പറഞ്ഞ പോലെ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, മാത്രം പോരാ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നു, വിശുദ്ധമായി ജീവിക്കുന്നു. അങ്ങനെ ആ വരം ആകാംക്ഷ കയറി ലോകത്തിലെ മോഹം അല്ലവർക്ക്. യേശു വരണം, യേശുവിൻ്റെ കൂടെ പോകണം. ലോകത്തിൽ ജീവിക്കുന്നു, ശരിയാണ്, ജോലി ചെയ്യുന്നു, സമ്പത്തുണ്ടാക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആശ്രയം അതിലല്ല, മനസ്സതിലല്ല. അവരുടെ മോഹം ലോകത്തിലെ കാര്യങ്ങളിലല്ല, അവരുടെ മോഹം സ്വർഗീയ കാര്യങ്ങളിലാണ്. അങ്ങനെ നോക്കിപ്പാർക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ പൗരത്വം എടുത്ത് ഇവിടെ വെച്ച് തന്നെ. അങ്ങനെ സൗകര്യമുണ്ട്, അവിടുത്തെ പൗരത്വം എടുക്കാം. ആ പൗരത്വം എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് പോക്കെന്നറിയാൻ. വണ്ടി വന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ആ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി വരുന്നത്, വണ്ടിയും കൊണ്ട് വരുന്ന യേശുവാണ്. ആ വരുമ്പോ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ അവിടെ എടുക്കപ്പെടും. അതിനു മുമ്പ് മണ്ണി കൊണ്ടുവച്ച ശരീരം ജീവനോട് എഴുന്നേറ്റ് വരും. ദ്രവിച്ചു പോയ ശരീരം ഇല്ലേ, അത് വീണ്ടും ജീവിച്ചു വരും. ആ ശരീരത്തിന് വലിയ വലിയ സ്വഭാവങ്ങളുണ്ട്. 1 Corinthians 15 വിശദീകരിച്ചിട്ട് കൂടുതൽ അന്ന് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ വീട്ടിൽ പോയി വിശദമായി വായിച്ചു നോക്കണം. മനസ്സെടുത്ത് സമയമെടുത്ത് വായിച്ചു നോക്കണം. 1 Corinthians 15 ആ ശരീരത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ശരീരത്തോടെ എഴുന്നേറ്റ് വരും. അല്ല, ജീവനോടിരിക്കുന്ന മനുഷ്യരും ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങനെ അങ്ങ് മാറും. ഇതങ്ങ് മാറും, ഈ മണ്ണങ്ങ് മാറും. ഈ മണ്ണ് മേപ്പോട്ട് കൊണ്ടുപോകാൻ കൊള്ളില്ല. ഈ മണ്ണ് ഭൂമിയിൽ താമസിക്കാനേ ഉള്ളൂ. പക്ഷെ എൻ്റെ വീട്, നിങ്ങളുടെ വീട് ഭൂമിയല്ല, അത് യേശുവിൻ്റെ രാജ്യമായ സ്വർഗമാണ്. അവിടെ കൊണ്ടുപോകാൻ ഈ ശരീരം കൊള്ളില്ല. ഇത് കളഞ്ഞിട്ട് വേറെ ഒരു ശരീരത്തോട്, മഹത്വത്തിൻ്റെ ഒരു ശരീരത്തോട് ആ വീട്ടിൽ കൊണ്ടുപോകും. സ്തോത്രം. അതാണ് ഒന്നാമത്തെ സംഭവം.
ആ ശരീരം തരുന്നതാണ്. ശരീരം മാത്രമല്ല, വീട്ടിലും കൊണ്ടുപോകും. വീട്ടിലും കൊണ്ടുപോകുന്നു മാത്രമല്ല, അവിടെ ചുമ്മാതെ കൊണ്ടുപോയി പാട്ടും പാടി അവിടെ അങ്ങ് താമസിപ്പിക്കുകയല്ല, അവിടെ സ്ഥാനവും മാനവും ഒക്കെ കൊടുത്ത് അവരെ മാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചില്ലേ, ജീവിച്ച കാലത്ത് കുറേ പ്രവൃത്തി ചെയ്തില്ലേ, അതെല്ലാം കണക്ക് നോക്കി അതിനുള്ള പ്രതിഫലം കൂടെ കൊടുക്കും. അതൊന്നും കുറേ പേർക്ക് അറിയില്ല. ആളുകൾ ധരിക്കുന്ന ഒരു ദിവസം സ്വർഗത്തിൽ വരും, സ്വർഗം വരും, ഞാനും കൂടെ സ്വർഗത്തിൽ കയറിപ്പോകും എന്ന് മാത്രമാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനൊന്നും അല്ലെന്നേ. അവിടെ എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും ഒരേ റാങ്കുകാരല്ല. അവിടെ ആളുകളുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്, നിലയ്ക്ക് വ്യത്യാസമുണ്ട്, അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. ചിലർ അവിടെ സിംഹാസനങ്ങളിലിരിക്കും, രാജാക്കന്മാരെ പോലെ. കുറേ പേര് കിരീടം ധരിച്ചിരിക്കും. പലരുടെയും കിരീടങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവരവരുടെ റാങ്കിനനുസരിച്ചുള്ള വ്യത്യാസം കിരീടത്തിലുണ്ടാവും. ഈവൻ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം പറഞ്ഞാൽ ഉടുപ്പിന് പോലും വ്യത്യാസം ഉണ്ടാവും. അവിടെ അശ്രാത്തിന് ഉടുപ്പിൻ്റെ ആവശ്യമില്ല, എങ്കിലും സ്പെഷ്യലായിട്ട് ചില ഉടുപ്പ് കൊടുക്കും കുറേ പേർക്ക്. അത് അവരുടെ റാങ്ക് കാണിക്കാനുള്ള ഉടുപ്പാണ്. എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ്റെ റാങ്ക് അറിയുന്നത് ഈ ചുമലി വെച്ചിരിക്കുന്ന സ്റ്റാർ നോക്കിയല്ലേ. അങ്ങനല്ലേ പട്ടാളക്കാരൻ്റെ റാങ്ക് അറിയുന്നത് അവിടെ ഉടുപ്പെ കാണുന്ന അടയാളം വെച്ചല്ലേ. അങ്ങനെ സ്വർഗത്തിൽ റാങ്ക് വ്യത്യാസമുണ്ട്. ഭൂമി ജീവിച്ചപ്പോൾ അവനവൻ്റെ ആവശ്യത്തിന് പൈസ ഉപയോഗിച്ച ആളുകളുണ്ട്. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു റാങ്കും ഇല്ല. എന്നാൽ ഈ കിട്ടിയ പൈസ പാവപ്പെട്ടവർക്ക് കൂടെ കൊടുത്തവരുണ്ട്, അവർക്കവിടെ റാങ്ക് ഉണ്ടാവും. സുവിശേഷത്തിന് കൊടുത്തവരുണ്ട്, അവർക്കവിടെ റാങ്ക് ഉണ്ടാവും. എല്ലാവരും സമൃദ്ധിയിൽ നിന്നല്ല കൊടുത്തത്. സമൃദ്ധി ഉള്ള ചിലർ കൊടുത്തു, അവർക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. സമൃദ്ധി ഇല്ലാത്ത ചിലർ കൊടുത്തു. യേശു പറഞ്ഞ ഒരു 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 കഥ കേട്ടിട്ടില്ലേ? ഒരു വിധവ ഒരു ദിവസം അവൾ കൂലിപ്പണി ചെയ്ത് കൊണ്ടുവന്ന പൈസ അത്രയേ ഉള്ളൂ കൊടുക്കാൻ. അവൾക്ക് സമ്പാദ്യമില്ല, ആ പൈസ ഇട്ടു. യേശു പറഞ്ഞത് ഇന്നിട്ട പണത്തിൽ ഏറ്റവും വലിയ പണം അവിടെ പണമാണെന്ന്. വലിയ പണക്കാരൻ ഇട്ടതിനേക്കാൾ ആ ദരിദ്രയായ വിധവയുടെ പണത്തിന് മാനം കൊടുത്ത കർത്താവ് വരുന്നുവായ ദിവസം ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുത്ത് റാങ്ക് കൊടുക്കാൻ, സ്ഥാനം കൊടുക്കാൻ, ബഹുമാനിക്കാൻ വരുന്നു ആ ദിവസം. അന്നാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടെന്ന് പറയുന്ന ദിവസം. മനുഷ്യരുടെ വലിപ്പം അന്നാ അറിയുന്നത്. ഇവിടെ വെച്ച് ആളുകൾ കൊടുക്കുന്ന മാനമല്ല അവിടുത്തെ മാനം. ഇവിടെ നമ്മുടെ കണ്ണിന് കാണുന്നതനുസരിച്ച് നമ്മൾ മാനം കൊടുക്കുന്നു. ആ മാനം അവിടെ കിട്ടണമെന്നില്ല. ഇവിടെ മാനിക്കപ്പെടാത്ത പലരുണ്ട്. കാരണം മനുഷ്യരുടെ മുമ്പാകെ മാനിക്കത്തക്ക പലതും ഇല്ലായിരിക്കാം. എന്നാൽ ആ സ്വർഗത്തിലെ കണ്ണ് സകലവും കാണുന്നവൻ അവിടുത്തെ കണ്ണിന് തക്കവണ്ണം, സർവജ്ഞാനത്തിന് തക്കവണ്ണം ജനത്തെ മാനിച്ചു. ആ മാനം സ്വല്പനേരത്തേക്കല്ല, അത് നിത്യകാലം. അങ്ങനെ അധികാരത്തിൽ വാഴുന്നൊരു സംഘം ഉണ്ടാവും. ഇതിനാണ് വിളി. മാനസാന്തരപ്പെടാനുള്ള വിളി ഇതിനു വേണ്ടിയാണ്. സ്നാനപ്പെടാനുള്ള വിളി ഇതാണ്. ഇതിനു വേണ്ടി വിളിച്ചിങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ നാട്ടുകാരൻ കളിയാക്കിയെന്ന് വരും, വീട്ടുകാർ കളിയാക്കിയെന്ന് വരും, കൂട്ടുകാർ കളിയാക്കിയെന്ന് വരും, സഭക്കാർ കളിയാക്കിയെന്ന് വരും. എന്നാലും അവർക്ക് ഈ രാജ്യം അറിയില്ല, ഈ രാജ്യത്തിന്റെ സംവിധാനം അറിയില്ല. അതുകൊണ്ടാണ് ആ കണക്കാക്ക് അത് അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ കണ്ണും കാങ്കെ ദൈവത്തിന്റെ ജനത്തെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ പോയി റാങ്ക് വാങ്ങിക്കാൻ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ? അതോ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു എന്നും പറഞ്ഞ് ഇരിക്കുന്നേ ഉള്ളോ? പോരാന്നേ, വല്ലതൊക്കെ ചെയ്യണം. പൈസയില്ലേ ഉള്ളത് ദൈവരാജ്യത്തിന് കൊണ്ട് ചെലവഴിക്കണം. പാവപ്പെട്ടവരുടെ കൂടെ കൊടുക്കണം. വലിയ വീട് വെക്കുന്നില്ലേ? വീട് വെക്കുന്ന സമയത്ത് പാവപ്പെട്ടവരുടെ കൊച്ചു വീടോട് വെച്ച് കൊടുക്കണം. വലിയ പണം മുടക്കി മക്കളെ കെട്ടിക്കുന്നില്ലേ? മക്കള് കണ്ടമാനം കാശ് വാങ്ങി കെട്ടുന്നില്ലേ? പാവപ്പെട്ട പെമ്പിളാരെ കെട്ടിക്കാതെ എത്ര എണ്ണം കേരളത്തിൽ നിൽപ്പുണ്ട്? അവർക്കൂടെ സഹായം ചെയ്യണം. ഉപജീവനത്തിന് വഴിയില്ലാതെ ജീവിക്കുന്നവരില്ലേ? അവരെ കണ്ടിട്ട് കണ്ണുമടച്ചു പോകാതെ ഉള്ളതിൻ്റെ ഒരു അംശം, ഈവൻ ദരിദ്രന്റെ ആവട്ടെ, ഒരംശം അവർക്കൂടെ കൊടുത്താൽ അതിന് സ്വർഗരാജ്യത്തിൽ പ്രതിഫലമുണ്ട്. രാത്രി ഇത് പറഞ്ഞ് നിർത്തുന്നു. ആ രാജ്യം നോക്കി ജീവിക്കണം.
ഭാവി നോക്കി ജീവിക്കണം. ഇവിടുത്തെ കാര്യം നോക്കി ജീവിക്കരുത്. ഇവിടുത്തെ കാര്യം നോക്കി ജീവിക്കാൻ നിങ്ങൾ നിരാശപ്പെടും. ആ രാജ്യം വരുന്നു. ആ രാജ്യം വിശ്വാസത്താൽ കാണണം. ആ രാജ്യം ഈ വചനം വായിച്ച് കാണണം. ഇതിന്റെ പ്രസംഗം കേട്ട് ആ രാജ്യം കാണണം. അവിടുത്തെ സംവിധാനം അനുസരിച്ച് ഇന്ന് ജീവിച്ചാൽ ആ ജീവിക്കുന്നവരാണ് വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കേവലം ഇവിടെയല്ല, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് സത്യം. ഞാൻ ഈ രാജ്യത്ത് ജനിച്ചവൻ, ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നവൻ. പക്ഷേ എനിക്ക് വേറൊരു പൗരത്വമുണ്ട്. ആ പൗരത്വം എൻ്റെ 12ാമത്തെ വയസ്സിൽ സ്വീകരിച്ച ഒരു പൗരത്വമാണ്. ആ പൗരത്വത്തെക്കുറിച്ച് എനിക്ക് അന്നുള്ളതിനേക്കാൾ കൂടുതൽ അഭിമാനം. അന്ന് ഞാൻ ബാലനായിരുന്നു, എനിക്ക് ഒത്തിരി അറിയില്ല. ഇന്ന് ഒത്തിരി അറിയാമെന്നല്ല, കൂടുതൽ അറിയുന്നു. അറിയുന്നതിന്റെ വെളിച്ചത്തിൽ ആ രാജ്യത്തിന്റെ പൗരനായി തീർന്നതിൽ അഭിമാനത്തോടെ ജീവിക്കുന്നവനാണ് ഞാൻ. അന്തസ്സായി ജീവിക്കുന്നവനാണ് ഞാൻ. ഞാൻ പെന്തിക്കോസ്തുകാരൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവനാണ്. കാരണം അത് ഈ പുസ്തകത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയാണ് അത് എന്നൊന്നുകൊണ്ട് നാട്ടുകാർ പുച്ഛിക്കട്ടെ, കളിയാക്കട്ടെ. യോഹന്നാൻ പറയും നമ്മുടെ അപ്പനെയും അറിയത്തില്ല, അതുകൊണ്ട് നമ്മളെ അറിയത്തില്ല എന്ന് പറയും. ദൈവത്തിന്റെ വഴി അറിഞ്ഞെങ്കിലല്ലേ നമ്മളെ കൂടെ മാനിക്കാൻ പറ്റുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഇന്നിങ്ങനൊക്കെ മാനിക്കാതെ പോകട്ടെ. ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസം വരും. എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ ദൈവം തന്നെ ജനത്തെ മാനിക്കുന്ന ദിവസം വരും. നമ്മുടെ പാർപ്പ് ഇവിടുന്ന് മാറ്റും. ഈ താൽക്കാലിക ഭൂമിയിൽ നിന്ന് മാറ്റും. ഈ കഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് മാറ്റും. ഈ ആക്ഷേപം തകർച്ചയുള്ള ലോകത്തിൽ നിന്ന് മാറ്റും. പോയി സ്വസ്ഥമായി നിത്യമായി മഹത്വത്തോടെ ജീവിക്കാൻ മനുഷ്യരെ ദൈവം വിളിക്കുന്നു. എല്ലാ മനുഷ്യരെയും വിളിക്കുന്നു. ചിലരെ മാത്രമല്ല, ക്രിസ്ത്യാനിയെ മാത്രം വിളിക്കുന്ന വിളിയല്ലിത്. സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിലും നിന്നുള്ളവരെ വിളിക്കുന്നു. യേശുവിന്റെ പുണ്യാഹരക്തത്താൽ അങ്ങനെ വലിയൊരു കൂട്ടത്തെ കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ആ പ്രവൃത്തി നടക്കുന്നു, ഇന്നും നടക്കുന്നു. ഇന്ത്യ രാജ്യത്തും ഇന്നും എല്ലാ ജാതിയിൽ നിന്നും, എല്ലാ കുലത്തിൽ നിന്നും യേശു വിളിച്ച് വിശുദ്ധീകരിച്ച ജനമുണ്ട്. ഏത് ബ്രാഹ്മണ കുലത്തിൽ നിന്ന് തുടങ്ങി ഏത് കുലത്തിൽ നിന്നും യേശു വിശുദ്ധീകരിച്ച ജനം ഇന്ന് ഇന്ത്യ രാജ്യത്തുമുണ്ട്. ഇന്നും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. സകല ജനവുമേ, നാട്ടുകാരും ഇതിനകത്തിരിക്കുന്നവരുമായുള്ളവരെ, ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇവിടുന്ന് ശരീരത്തിൽ നിന്ന് ആൾ പോയാൽ, നമ്മുടെ ആൾ പോയാൽ എവിടെ പോകും? നല്ല ഉറപ്പാണ്. അല്ലാതാരും ജീവിക്കരുത്. ഭാവി ഭദ്രമാക്കണം. ഒന്നുകൂടെ പറയുന്നു, ഭാവി ഭദ്രമാക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് നേരത്തെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞെങ്കിലേ ഇപ്പം ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മതവുമൊക്കെ പറയുന്നത് കേട്ട് കണ്ണുമടച്ച് അതിൻ്റെ പുറകെ പോകാതെ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം അറിയുവാനായി എൻ്റെ ഹൃദയദൃഷ്ടി തുറക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കൂ. ദൈവം തുറന്നു തരട്ടെ, ഹൃദയങ്ങൾ തുറന്നു വരട്ടെ. ഒരു സ്വല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദയവായി? ഇളമ്പൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ഈ നാടിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വെച്ച യോഗം. അങ്ങനല്ലേ യോഗത്തിൻ്റെ പേര് തന്നെ? ഇളമ്പൽ എന്നല്ലേ? നാടിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യോഗമല്ലേ? യോഗം നാടിനെ അനുഗ്രഹിക്കണം. നമ്മൾ നാടിനെ അനുഗ്രഹിക്കണം. നാടിൻ്റെ തിന്മ പോണം. നാടിൻ്റെ മേലുള്ള ശാപം നീങ്ങണം. നാടിൻ്റെ മേലുള്ള ദണ്ഡനം നീങ്ങണം. ആളുകളുടെ മേൽ തൂങ്ങുന്ന ദണ്ഡന ശക്തി മാറണം. വരാനുള്ള ശിക്ഷ മാറണം. ഇവിടെ വെച്ചും അവരെ ദണ്ഡിപ്പിക്കുന്ന പൈശാചിക ദണ്ഡനങ്ങളിൽ നിന്ന് ആളുകൾക്ക് വിടുതലുണ്ടാവണം. നാടിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. സുവിശേഷത്താൽ അത് സാധിക്കും. ഈ പ്രസംഗത്താൽ സാധിക്കും. ഇവൻ ഈ ആകാശമണ്ഡലത്തിലുള്ള അന്ധകാര ശക്തിയുടെ മേൽ അധികാരമെടുക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട്. ഒന്നുകൂടെ പറയുന്നു, ഈ ആകാശമണ്ഡലത്തിലെ പിശാചിൻ്റെ ബാധകൾക്ക്, ഏജന്റുമാർ, ഭൂതാത്മാക്കളുടെ മേൽ സഭയ്ക്ക് അധികാരമുണ്ട്. അതിൻ്റെ പ്രവർത്തികളെ നിർത്താൻ,
അത് കണ്ണ് കുരുടാക്കിയതിനെ തുറക്കാൻ, അത് പീഡിപ്പിച്ച ആളുകളെ വിട്ടയക്കാൻ, അത് കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നവരെ, പാപത്തിൻ്റെ പിടിയിലും അതിൻ്റെ കാരാഗ്രഹത്തിൽ വിട്ടിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ അധികാരമുള്ള സമൂഹമാണ് ദൈവത്തിൻ്റെ സഭ. സ്വല്പസമയം ആ അധികാരം ആത്മാവിൽ നിന്ന് ഉപയോഗിക്കണം. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ വചനങ്ങൾ ഈ ആകാശമണ്ഡലത്തിൽ തന്നെ ക്രിയ ചെയ്ത് ഇതിൻ്റെ വാക്കുകൾ ആവർത്തിച്ച് കേൾക്കാൻ മനുഷ്യരിൽ താല്പര്യമുണ്ടായി. ഹൃദയങ്ങൾ തുറന്നു വരാൻ വേണ്ടി ഇതിനകത്ത് വിശ്വസിക്കുന്നവർ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറയുന്നു, സഭയിൽപ്പെട്ടവർ മാത്രമല്ല, നമ്മൾ പലയിടത്തുനിന്ന് വന്നുകൂടിയവരല്ലേ, നമ്മൾ ഈ യോഗത്തിന് വന്നവരല്ലേ, ഈ നാട് രക്ഷിക്കപ്പെടുക നമ്മുടെ ആവശ്യമില്ല. നമ്മളെല്ലാം ഈ പൊന്നൂരും പരിസരത്തുള്ളവരല്ലേ, അതിൻ്റെ ഒരു ഭാഗമല്ലേ ഇളമ്പൽ. നമുക്കിന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം, പിശാചിൻ്റെ പാതാള ശക്തികളോടൊന്ന് പറയാം, നിങ്ങളുടെ ആധിപത്യം കൊണ്ട് മാറിപ്പോകൂ. യേശുവിൻ്റെ രക്തം ജനത്തെ ശുദ്ധീകരിക്കാൻ ചൊരിഞ്ഞതാണ്. പിശാചെ, നീ മൂടിവെച്ച മനുഷ്യനെ സ്വതന്ത്രമാക്കാൻ യേശു വന്നതാണ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ അത് സാധിച്ചിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ദേശത്തിന്റെ മേൽ വരട്ടെ, മൂടപ്പെട്ട ഹൃദയങ്ങളുടെ മേൽ വരട്ടെ. പിശാച് കുരുടാക്കിയ കണ്ണുകൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ, ഹൃദയങ്ങൾ തുറന്നു വരട്ടെ. ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഒരു പ്രവൃത്തി അന്തരീക്ഷത്തിലൂടെ തന്നെ ദേശത്ത് വരുവാനായി സ്വല്പസമയം ജാഗരിച്ച് സ്തോത്രം ചെയ്യൂ. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ, വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ആത്മാവിലെ പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. ആത്മാവിലെ പ്രാർത്ഥനയിൽ ദേശത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നറിയണം. ഞാൻ എടുത്തപ്പോൾ കേവലം യോഗങ്ങളല്ല, ആത്മാധികാരം ഉപയോഗിക്കുന്ന യോഗമായി തീരണം. കേവലം യോഗം പറഞ്ഞ് പോകാൻ മാത്രമല്ല, ഈ ആകാശ മണ്ഡലത്തോട് കൽപ്പിക്കാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ, പൗലോസിനെ വിളിച്ച് നിയോഗിച്ചതുപോലെ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പൗലോസിനോട് പറഞ്ഞത്, പഴയ നിയമ പ്രവാചകരോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മോടും പറയുന്നു. ഇരുട്ടിലിരിക്കുന്നവരുടെ വെളിച്ചത്തിലേക്ക് വരിക എന്ന് പ്രഖ്യാപിക്കാൻ, ആത്മാ അധികാരത്തോടെ സംസാരിക്കാൻ, ഇന്ന് രാത്രി ഒരു സ്വല്പസമയം ഈ ആകാശ മണ്ഡലത്തോട് സംസാരിക്കുവാൻ, പാതാള ശക്തിയോടെ സംസാരിക്കുവാൻ വിശ്വസിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അല്പസമയം വായി തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് പാതാള ശക്തിയോടെ കീഴടങ്ങുവാൻ പറയുക. അതിന്റെ ശക്തിയുടെ ബലം കെടുത്തുവാൻ ആത്മാവിൽ അല്പസമയം ജാഗരിച്ചാൽ അങ്ങനെ ഒരു ആത്മീയ പ്രക്രിയയുണ്ട്. അറിയാവുന്നവർ, അത് ശീലിച്ചിട്ടുള്ളവർ അല്പസമയം പരിശുദ്ധാത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ഓ റിബിഗദല രബാവിശാന്തരേ അസ്തരോദല രബിഖുറുബശേ അന്തരബഗദലേ അച്ചാലഗേ ദിബിഗദലം ശന്തക്കരദുഗുജുഗുഡു രബദല ഹതിനിഗഡഗ പ്രഭാതുരുദല ഗന്ധരല മൗഷ്ദി അജഖരേ ദുജാരബാലിഗദേ ജുഗരാഹസ്തു ഉത്തരന്തലത്തരം ദലരമക്കുടരബഗസ്സുനി അജ്ജാലച്ചുരീതലകരകടകംസ്യ രുഖമാര ഹതുനിഗഡഗസി ജുലമാതിരിദെച്ചേ രുഖമാര ശന്തരം ജിമലത്തേർവലാതുരത്തി ജുലുദൂരി വിഗദലരമൗഷേ ദരഗദലമൗഡിനി വിഗദഗേ ഹസ്തരഗംദലാരിംദനേകമനസ്യ. മുമ്പോട്ട് ചലിക്കാൻ സമ്മതിക്കാതെ കാലുകളെ പുറകോട്ട് പിടിച്ചു വലിച്ച് ആത്മ താല്പര്യമുണ്ടാകുന്നെങ്കിലും മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ ചങ്ങലയിട്ട് പുറകോട്ട് വലിക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ചങ്ങലകൾ പൊട്ടി മാറട്ടെ, അതിന് ആധിപത്യങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില വ്യക്തികൾക്ക് ആത്മജീവിത യാത്രയ്ക്ക് ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി വരട്ടെ. ദണ്ഡനത്തിന്റെ ആത്മാവിൽ നിന്ന് ആളുകൾ പുറത്തു വരട്ടെ. കുടുംബങ്ങൾ ദുഷ്ടാത്മ വ്യാപാരത്തിൽ നിന്ന്
അതിന്റെ പീഡയിൽ നിന്ന്, അതിന്റെ ദണ്ഡനത്തിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടട്ടെ.